നമ്മൾ ഈ വീഡിയോയില് +1 ഫിസിക്സിന്റെ റിവിഷൻ ക്ലാസ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യണം. അതില് ആദ്യം പറയാൻ പോകുന്നത് ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഫിസിക്കൽ വേൾഡ്. ഈ ചാപ്റ്ററിൽ നിന്ന് 1 മാർക്കിനാണ് ചോദിക്കുന്നത്. എക്സാം 1 മാർക്ക് മാത്രമേ ഉള്ളൂ. അതിൽ ഒരു ടോപ്പിക്കേ പഠിക്കാവുള്ളൂ, ഫണ്ടമെന്റൽ ഫോഴ്സസ് ഇൻ നേച്ചർ. ഫോക്കസ് ഏരിയക്ക് മാത്രമല്ല, ഫോക്കസ് ഏരിയയിലും ജനറൽ ആയിട്ടും ആ ചാപ്റ്റർ പഠിക്കാനുള്ള ഇമ്പോർട്ടന്റ് ടോപ്പിക് ഇത് മാത്രമേ ഉള്ളൂ, ഫണ്ടമെന്റൽ ഫോഴ്സസ് ഇൻ നേച്ചർ. 4 ഫോഴ്സ് ആണ് പഠിക്കേണ്ടത്. 4 ഫണ്ടമെന്റൽ ഫോഴ്സ് ആണ് ഉള്ളത്. 1 ഗ്രാവിറ്റേഷൻ ഫോഴ്സ്, 2 ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, 3 പറഞ്ഞാൽ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്, 4 വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ പോയിന്റ് പറഞ്ഞു പോകുന്നു. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്തു. അപ്പൊ നോക്കി, ഫസ്റ്റ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ്. എന്താണ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്ന് പറഞ്ഞത്? മാസസിനിടയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെ പറഞ്ഞ പേരാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഒരു ഒബ്ജക്റ്റിന് മാസ് ഉണ്ടെങ്കിൽ 2 മാസിനിടയ്ക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെ പറഞ്ഞ പേരാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഇത് എപ്പോഴും അട്രാക്റ്റീവ് ആയിരിക്കും. നേച്ചർ എന്താണ്? അട്രാക്റ്റീവ് ആണ്. ഓൾവേസ് അട്രാക്റ്റീവ്. ആകർഷിക്കുക മാത്രമേ ചെയ്യൂ. ഓൾവേസ് അട്രാക്റ്റീവ്. പിന്നെ പ്രത്യേകം എന്താ? യൂണിവേഴ്സൽ ഫോഴ്സാ. ഈ യൂണിവേഴ്സിലെ എല്ലാ ഒബ്ജക്റ്റിന് ഇടയിലും, മാസുള്ള എല്ലാ ഒബ്ജക്റ്റിന് ഇടയിലും ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് യൂണിവേഴ്സൽ ഫോഴ്സ് ആയതുകൊണ്ട് എല്ലാ സ്ഥലത്തും ഉണ്ട്. റേഞ്ച് എന്താണ്? ലോങ് റേഞ്ച് ആണ്. ഷോർട്ട് ഡിസ്റ്റൻസ് ആക്ട് ചെയ്യുന്നതല്ല, ലോങ് ഡിസ്റ്റൻസ് വരെ ആക്ട് ചെയ്യുന്നതാണ്. അപ്പൊ എർത്തിനും മറ്റോ പ്ലാനറ്റിനും ഇടയ്ക്ക് എന്തുണ്ട്? ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഉണ്ട്. അപ്പൊ എല്ലാ ഒബ്ജക്റ്റിനും ഇടയ്ക്കും ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഉണ്ട്. യൂണിവേഴ്സൽ ഫോഴ്സ് ആയതുകൊണ്ട് ഇത് ലോങ് റേഞ്ച് ആണ്. പിന്നെ ഇൻഫിനിറ്റി എന്ന് പറയും. നമുക്ക് കൃത്യമായി പറയാൻ പറ്റില്ല, റേഞ്ച് എത്രയെന്ന് പറയാൻ പറ്റില്ല. എത്ര ഡിസ്റ്റൻസ് മാത്രമേ ആക്ട് ചെയ്യുന്നു പറയാൻ പറ്റില്ല. ഒരുപാട് ഡിസ്റ്റൻസ് ഉണ്ട്. അവിടെ ഇൻഫൈനൈറ്റ് എന്ന് പറയും. അടുത്ത വീക്കസ്റ്റ് ഫോഴ്സ്. നമ്മുടെ ഈ 4 ഫണ്ടമെന്റൽ ഫോഴ്സിൽ ഏറ്റവും സ്ട്രെങ്ത് കുറഞ്ഞ ഫോഴ്സ് ആണ് അതിന് പറയുന്നത് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതിന്റെ റിലേറ്റീവ് സ്ട്രെങ്ത് ഏറ്റവും ചെറിയ നമ്പറായ 1 കൊടുത്തു. ഏറ്റവും വീക്കസ്റ്റ് ഫോഴ്സ് ആയതുകൊണ്ട് ഏറ്റവും ചെറിയ കൗണ്ട് നമ്പർ എത്രയാണ്? 1 ആണ്. റിലേറ്റീവ് സ്ട്രെങ്ത് എത്ര? 1. അപ്പൊ ഇത്രയാണ് നിങ്ങൾ ഗ്രാവിറ്റേഷൻ ഫോഴ്സിനെ അറിഞ്ഞിരിക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത്. അടുത്ത രണ്ടാമത്തെ ഫോഴ്സ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്. ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ചാർജസിന് ഇടയ്ക്കുള്ള ഫോഴ്സിനാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയും. ചില എക്സാംസിന് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയാറുണ്ട് കേട്ടോ. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്നൊക്കെ പറയാറുണ്ട്. ഇത് പല കാറ്റഗറിയായിട്ട് നമുക്ക് തിരിക്കുക. സെക്കൻഡ് +2 പഠിക്കുന്നത്. അത് ഓർത്തിരിക്കുക. ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞാലും ഓർത്തിരിക്കുക, സെയിം തന്നെയാണ്. അപ്പൊ എന്താണ്? ചാർജസിനിടയ്ക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സിനാണ് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഏതൊക്കെ ചാർജസ് ആണത്? പോസിറ്റീവും നെഗറ്റീവും ആണല്ലോ. പോസിറ്റീവ് ചാർജസ് ഉണ്ട്, നെഗറ്റീവ് ചാർജസ് ഉണ്ട്. അപ്പൊ ഒരേ ചാർജ് വരികയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ 2 പോസിറ്റീവ് ആണ് അല്ലെങ്കിൽ 2 നെഗറ്റീവ് ആണ്. അപ്പൊ ഒരേ ചാർജ് ആണെങ്കിൽ ലൈറ്റ് ചാർജ്, ഒരേ ചാർജ് ലൈറ്റ് ചാർജ് ആണെങ്കിൽ അത് റിപ്പൽ ചെയ്യും. അവിടെ കാണിക്കുന്ന ഫോഴ്സ് ഏതാ? റിപ്പൽഷൻ ആണ്. ഓപ്പോസിറ്റ് ചാർജ് ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ അൺലൈക്ക് ചാർജ് ആണെങ്കിൽ, ഒരാള് പോസിറ്റീവ് ഒരാൾ നെഗറ്റീവ്, ഇതിനിടയ്ക്കുള്ള ഫോഴ്സ് നമ്മൾ എന്ത് പറയും? അട്രാക്റ്റീവ് ഫോഴ്സ്. രണ്ടും അൺലൈക്ക് ആണ്, എന്ത് ചെയ്യും? അട്രാക്റ്റീവ്. ഇപ്പം ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ റിപ്പൾസീവും ആകാം അട്രാക്റ്റീവ് ആകാം. ആ രണ്ടാമത്തെ പോയിന്റ് ആയിട്ടുള്ളത് എയ്തർ റിപ്പൾസീവ് ഓർ എന്താണ്? അട്രാക്റ്റീവ്. ഇത് എന്ത് തന്നെയാണ്? ലോങ് റേഞ്ച് തന്നെയാണ്. വലിയ ഡിസ്റ്റൻസ് വരെ ആക്ട് ചെയ്യുന്നുണ്ട്. അതാണ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത്. ഇതിന്റെ റിലേറ്റീവ് സ്ട്രെങ്ത് പഠിച്ച് വാല്യൂ പഠിച്ചേക്കണം. 10⁻36. 10⁻36. അത് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. റിലേറ്റീവ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനേക്കാൾ 10⁻36 ടൈംസ് എന്താണ്? സ്ട്രെങ്ത് കൂടുതലാണ്. ഇവിടെ 1 അല്ലേ, 10⁻36 അല്ലേ. അപ്പൊ എത്ര ടൈംസാ? 1 × 10⁻36. അതാണ് എന്ന് പറഞ്ഞത് 10⁻36 എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ റിലേറ്റീവ് സ്ട്രെങ്ത് 10⁻36 എന്ന് പറഞ്ഞാൽ മീനിങ് എന്താണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനേക്കാൾ 10⁻36 ടൈംസ് സ്ട്രെങ്ത് കൂടുതലാണ് ആർക്ക്? ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സിന്. ഇത് രണ്ടുമാണ് അത്. അടുത്ത എന്താ? അടുത്ത മൂന്നാമത്തെ ഫോഴ്സ് അതെന്താണ്? സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. അപ്പൊ എന്താ ഈ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ? ന്യൂക്ലിയോൺസിനിടയ്ക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. ആക്ട് ബിറ്റ്വീൻ ന്യൂക്ലിയോൺസ്. അപ്പൊ എന്താ ഈ ന്യൂക്ലിയോൺസ് എന്ന് പറഞ്ഞാൽ? എന്താ സംഭവം എന്ന് പറഞ്ഞാൽ? ന്യൂക്ലിയോൺസ് എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസിനകത്തുള്ള ആൾക്കാര്. ന്യൂക്ലിയസിനകത്ത് ആരൊക്കെ ഉള്ളത്? 1 പ്രോട്ടോൺ, പോസിറ്റീവ് ചാർജ് ആണ് പ്രോട്ടോൺ. പിന്നെ ആരാ ഉള്ളത്? ന്യൂട്രോൺ. പിന്നെ ആരാണുള്ളത്? ന്യൂട്രോൺ. ഈ പ്രോട്ടോണേയും ന്യൂട്രോണേയും ഒരുമിച്ച് പറഞ്ഞ പേരാണ് ന്യൂക്ലിയോൺസ് എന്ന് പറയും. അപ്പം ഇവയ്ക്കിടയിൽ പ്രോട്ടോണും ന്യൂട്രോണും അവയ്ക്കിടയിലെ ഫോഴ്സിനെ പറഞ്ഞ പേരാണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. അപ്പൊ അതിനകത്ത് 3 ഫോഴ്സ് വരെ. കാരണം ഒരു എലമെന്റ് എടുക്കുകയാണെങ്കിൽ ഒന്നിൽ കൂടുതൽ പ്രോട്ടോൺസ് ഉണ്ടായിരിക്കും, ഒന്നിൽ കൂടുതൽ ന്യൂട്രോൺസ് ഉണ്ടായിരിക്കും. അതുകൊണ്ട്
രണ്ട് പ്രോട്ടോണോക്കിടയിൽ ഒരു ഫോഴ്സ് ഉണ്ട്. അതിനെ പറഞ്ഞ പേരെന്താണ്? സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയും. രണ്ട് ന്യൂട്രോൺ എടുത്താലും അവയ്ക്കിടയിൽ ഒരു ഫോഴ്സ് ഉണ്ട്. അതിനെ പറഞ്ഞ പേര് എന്ത് തന്നെയാണ്? സ്ട്രോങ് ന്യൂക്ലിയർ. ഒരു പ്രോട്ടോണും ഒരു ന്യൂട്രോണും ഇടയ്ക്ക് ഒരു ഫോഴ്സ് ഉണ്ട്. അതിനെ പറഞ്ഞ പേര് എന്താണ്? സ്ട്രോങ് ന്യൂക്ലിയർ. ഈ ഫോഴ്സ് എല്ലാം എന്താണ്? ഈക്വൽ ആണ്. എക്സാം ചോദിച്ച ക്വസ്റ്റ്യൻ ഇതിങ്ങനെ ചോദിച്ചത്. ഫോഴ്സ് ബിറ്റ്വീൻ പ്രോട്ടോൺ ഇടയ്ക്കുള്ള ഫോഴ്സ് ബിറ്റ്വീൻ ന്യൂട്രോൺ ഫോഴ്സ് ബിറ്റ്വീൻ പ്രോട്ടോൺ ന്യൂട്രോൺ, ഇതെല്ലാം എന്താണ്? എല്ലാത്തിന്റെ വാല്യൂ എന്താണ്? സെയിം ആണ്, ഈക്വൽ ആണ്. അടുത്തെന്താ? ഷോർട്ട് റേഞ്ച്. നമുക്കറിയാം ആറ്റം എന്ന് പറഞ്ഞാലേ വളരെ ചെറുതാണ്, നമുക്ക് കാണാൻ പോലും സാധിക്കില്ല. ആ ആറ്റത്തിന്റെ സെന്റർ ആണ് ന്യൂക്ലിയസ്, അത് അതിനേക്കാട്ടിയും ചെറുതാണ്. അതിനകത്ത് അയക്കുന്ന ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്ട്രോങ് ന്യൂക്ലിയർ. വളരെ റേഞ്ച് കുറവാ, 10⁻⁻15 എന്നൊക്കെ പറയുന്നത്. ആ റേഞ്ച് പഠിക്കേണ്ട, വളരെ കുറവാ, റേഞ്ച് വളരെ കുറവാണ്. അതാണ് ഷോർട്ട് റേഞ്ച് എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് പോയിന്റ്. അടുത്തത്, ഈ 4 ഫോഴ്സുകളിലെ ഏറ്റവും സ്ട്രോങ്സ്റ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ആരാ? സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. ഏറ്റവും സ്ട്രോങ്സ്റ്റ്, നേച്ചറിൽ തന്നെ ഫണ്ടമെന്റൽ ഫോഴ്സ് തന്നെ ഏറ്റവും സ്ട്രോങ്സ്റ്റ് ഫോഴ്സ് ആണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. അടുത്തെന്താ? റിലേറ്റീവ് സ്ട്രെങ്ത് എത്രയാണ്? ഏറ്റവും കൂടുതൽ അല്ലേ? 10⁻38. അതിന്റെ മീനിങ് എന്താണ്? ഗ്രാവിറ്റേഷൻ ഫോഴ്സ് 1 ആണ്. 1നേക്കാൾ എത്ര കൂടുതലാ? 10⁻38 ആണ്. 1ന്റെ 10⁻38. ഗ്രാവിറ്റി ഫോഴ്സിന്റെ സ്ട്രെങ്ത് എത്രയാണോ അതിന്റെ 10⁻38 ടൈംസ് ആണ് ആരുടെ സ്ട്രെങ്ത്? സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിന്റെ സ്ട്രെങ്ത്. ഓക്കെ, അടുത്തെന്തായിരുന്നത്? വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, നാലാമത്തത്. ഇത് മാർക്കിടയിലെ ഫോഴ്സ് തന്നെയാണ്, ഈ ന്യൂക്ലിയോൺസ് ഇടയ്ക്കുള്ള ഫോഴ്സ് തന്നെയാണ്. പക്ഷെ ഇത് എല്ലാ സമയത്തും പറയില്ല. ചില ന്യൂക്ലിയർ പ്രോസസ്, ചില റേഡിയോ ആക്ടിവിറ്റി പ്രോസസ്, എക്സാമ്പിൾ ആയിട്ട് ബീറ്റാ ഡീകെ, ഇവയുടെ ഓർത്തിരിക്കുക. ബീറ്റാ ഡീകെ +2 പഠിക്കുകയുള്ളൂ. അപ്പൊ ചില ന്യൂക്ലിയർ പ്രോസസ് അല്ലെങ്കിൽ ചില റേഡിയോ ആക്റ്റീവ് പ്രോസസ് നടക്കുമ്പോൾ മാത്രം ന്യൂക്ലിയോൺസ് ഇടയ്ക്കുള്ള ഫോഴ്സ് എന്ന് പറയും വീക്ക് ന്യൂക്ലിയർ എന്ന് പറയും. ഇപ്പൊ ഓർത്തിരിക്കുക, ചില ന്യൂക്ലിയർ പ്രോസസ് അല്ലെങ്കിൽ ചില റേഡിയോ ആക്റ്റീവ് പ്രോസസ്, എക്സാമ്പിൾ ബീറ്റാ ഡീകെ നടക്കുമ്പോൾ ആ ഫോഴ്സിന് എന്ത് പറയും? ഈ ഫോഴ്സ് തന്നെയാണ്. ഈ ന്യൂക്ലിയോൺസ് ഇടയ്ക്കുള്ള ഫോഴ്സ് എന്ന് പറയും വീക്ക് ന്യൂക്ലിയർ എന്ന് പറയും. ഈ ഫോഴ്സ് സ്ട്രെങ്ത് കുറയുന്നതാ, വീക്ക് ന്യൂക്ലിയർ എന്ന് പറയും. അതും എന്ത് ചെയ്യുന്നത്? ഷോർട്ട് റേഞ്ച് ആണ്. സ്ട്രെങ്ത് കുറവെന്നല്ലേ പറഞ്ഞേ? 10⁻32 ആണ്. റിലേറ്റീവ് സ്ട്രെങ്ത് 10⁻32 ആണ് കേട്ടോ. ഓർത്തിരിക്കുക, ജനറൽ ആയിട്ട് ന്യൂക്ലിയോൺസിന് ഇടയ്ക്കുള്ള ഫോഴ്സ് എന്ന് വെച്ചാൽ സ്ട്രോങ് ന്യൂക്ലിയർ ആണ്. ഡ്യൂറിംഗ് സം റേഡിയോ ആക്റ്റീവ് പ്രോസസ്സോ സം ന്യൂക്ലിയർ പ്രോസസ്സോ ബീറ്റാ ഡീകെ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ എന്റെ ആൻസർ എന്താണ്? വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ആണ്. ഓക്കെ, അപ്പൊ എത്രയാണ് ഈ 4 ഫോഴ്സ്? ഇത് നമുക്ക് സ്ട്രെങ്തിന്റെ അടിസ്ഥാനത്തില് ഡിസെൻഡിങ് ഓണിലും അസെൻഡിങ് ഓണിലും പഠിക്കാം. ഏതെങ്കിലും ഒരു ഓർഡർ പഠിച്ചാൽ മതി. ഞാൻ ചെയ്യുന്നത് അതായത് ഡിസെൻഡിങ് ഓർഡർ ആയിരുന്നത്, ഡിക്രീസിങ് ഓർഡർ ആയിരുന്നത്. ഏറ്റവും സ്ട്രെങ്ത് കൂടുതല് സ്ട്രോങ് ന്യൂക്ലിയർ ആണല്ലോ. ഏറ്റവും സ്ട്രെങ്ത് ഉള്ള സ്ട്രോങ് ന്യൂക്ലിയർ. അത് കഴിഞ്ഞ 10⁻38. അത് കഴിഞ്ഞ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്. അത് കഴിഞ്ഞ ആരാ? നമ്മുടെ വീക്ക് ന്യൂക്ലിയർ. അത് കഴിഞ്ഞ ലാസ്റ്റ് വരുന്ന ആളാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. വാല്യൂസ് പഠിക്കുക. 10⁻38, 10⁻36, 10⁻32, 1 ഈ വാല്യൂ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സിനേക്കാൾ എത്ര കൂടുതലാണെന്ന് ചോദിക്കും. അപ്പൊ എത്ര? ഇവിടെ 10⁻36 ഉള്ളൂ. ഇവിടെ 10⁻38. ഇവിടെ എത്രയുണ്ട്? 10 × 10 36 ഉണ്ട്. ഇവിടെ 38 ഉള്ളൂ. അപ്പൊ എത്ര കൂടുതല്? ഇവിടെ നിന്ന് എത്ര കൂടുതല്? 36, 38 ആവുന്നില്ലേ? ഇപ്പൊ എത്ര? 10². 10 എത്രയുണ്ട്? 2 10 കൂടുതലാണ്. 100 ടൈംസ് കൂടുതലാണ്. കണ്ടാ? 10². ഇനി ഇവിടെ നിന്നാണ് ചോദിക്കുന്നതെങ്കിലോ എത്ര കൂടുതല്? 32, 36 4, 10⁻4. ഇവിടെയാണ് ചോദിക്കുന്നെങ്കിലോ 32, 38, 10⁻6. ഇനി 1 ആണെങ്കിലോ 1 ഒന്നും പറയില്ല. 1 എത്രയെന്ന് ചോദിച്ചാൽ 10⁻32, 10⁻36, 10⁻38. ഇത്രേ ഉള്ളൂ. ആ വാല്യൂസ് ജസ്റ്റ് അറിഞ്ഞാൽ മതി. എത്ര കൂടുതൽ മാത്രം നോക്കിയാൽ മതി. ഇത് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ ഫിസിക്കൽ വേൾഡിലെ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ. നമുക്ക് ഇനി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ ഇനി പ്രീവിയസ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. അത് 2020 ഇംപ്രൂവ്മെന്റ് ചോദിച്ച ക്വസ്റ്റ്യൻ. 2020 ഇംപ്രൂവ്മെന്റ് ചോദിച്ച ക്വസ്റ്റ്യൻ ഇതാണ്. Which one of the following fundamental forces in nature binds proton and neutron together in nucleus? Proton and neutron bind ചെയ്യുന്ന ഫോഴ്സ് ഇതാണ്. ഈസിയാണ്. സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. ഡ്യൂറിംഗ് ബീറ്റ എന്ന് പറയുന്നില്ല, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. ഈസിയാണ്. ഇതാണ് ഇംപ്രൂവ്മെന്റ് ചോദിച്ച ക്വസ്റ്റ്യൻ. അടുത്ത നമ്മൾ 2020 മെയിൻ എക്സാം ചോദിച്ച ക്വസ്റ്റ്യൻ കേട്ടോ.
Which one of the following fundamental forces nature binds proton and neutron in a nucleus? We the same question repeat ചെയ്തു. ആൻസർ എന്താണ്? സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. അടുത്തടുത്ത് 2 വർഷം ഒരുപോലെ എന്ത് ചെയ്തു? റിപ്പീറ്റ് ചെയ്തു. മെയിൻ എക്സാമിന് ഇംപ്രൂവ്മെന്റ് എക്സാം. അടുത്ത 2019 ഇംപ്രൂവ്മെന്റ് ചോദിച്ചതാണ്. അത് 2019 മാർച്ചിൽ ചോദിച്ചത്. വീക്കസ്റ്റ് ഫോഴ്സ്, the weak nuclear force is stronger than gravitational force. ട്രൂ ആണോ ഫാൾസ് ആണോ? കറക്റ്റ് ആണ്. വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ആരേക്കാൾ സ്ട്രോങ് ആണ്? ഗ്രാവിറ്റേഷൻ ഫോഴ്സിനേക്കാൾ സ്ട്രോങ് ആണ്. ട്രൂ. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. The gravitation force is always attractive, whereas electrostatic force, electromagnetic force, is attractive as well as repulsive. The ratio of electrostatic force and the gravitation force between two protons is. എത്രയേ ഉള്ളൂ? നമ്മൾ പഠിച്ചു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിനാണെങ്കിൽ എത്ര പഠിച്ചു? 10⁻36 എന്ന് പഠിച്ചു. നമ്മുടെ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആണ് 1 എന്ന് പഠിച്ചു. ഇതിന്റെ റേഷ്യോ ആണ് ചോദിക്കുന്നത്. ഇപ്പൊ 10⁻36 ഡിവൈഡ് ബൈ 1 എത്ര തന്നെ കിട്ടും? 10⁻36 തന്നെ കിട്ടും. പിന്നെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ പിക്ക് ദ ഓഡ് വൺ ഔട്ട് എമംഗ് ദ ഫോളോയിങ് ഫോഴ്സസ്. 4 ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഗ്രാവിറ്റേഷൻ ഫോഴ്സ്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, വിസ്കസ് ഫോഴ്സ്, ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്. അതിലെ 3 പേര് ഫണ്ടമെന്റൽ ഫോഴ്സ് ആണ്. അതാരില്ല, വിസ്കസ് ഫോഴ്സ് മാത്രം ഫണ്ടമെന്റൽ അല്ല. അപ്പൊ ഓർഡർ ഔട്ട് ആരാ? വിസ്കസ് ഫോഴ്സ്. കാരണം എന്താ? ബാക്കി 3 പേരും ഫണ്ടമെന്റൽ ഫോഴ്സ് ആണ്. അടുത്ത വീണ്ടും ഒരു ക്വസ്റ്റ്യൻ ആണ്. വീണ്ടും ചോദിച്ചത് എന്താ? പ്രോട്ടോണെ ന്യൂട്രോണെ ബൈൻഡ് ചെയ്ത ഫോഴ്സ് ഏതാണ്? 3ാമത്തെ പ്രാവശ്യം ചോദിക്കുന്നത്. അതെന്താണ്? സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. അടുത്ത് ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ ഇതാണ്. Which one of the following is present between all objects in universe? യൂണിവേഴ്സിലെ എല്ലാ ഒബ്ജക്റ്റിലും അയക്കുന്ന ഫോഴ്സ് ഏതാണ്? യൂണിവേഴ്സൽ ഫോഴ്സ് പഠിച്ചു, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ റോങ് സ്റ്റേറ്റ്മെന്റ് ചൂസ് ചെയ്യാൻ വേണ്ടി. അപ്പൊ അതില് 4 സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് ഈസ് ഫോഴ്സ് ബിറ്റ്വീൻ ചാർജ്ഡ് പാർട്ടിക്കിൾ. കറക്റ്റ് ആണ്. ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് എന്താണ്? ചാർജ്ഡ് പാർട്ടിക്കിൾ ഇടയ്ക്കുള്ള ഫോഴ്സ് ആണ്. അത് കറക്റ്റ് ആണ്. അടുത്ത ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ക്യാൻ ബി അട്രാക്റ്റീവ് ഓർ റിപ്പൾസീവ്. അതും കറക്റ്റാണ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് അതെന്തൊക്കെ ആവാം? അട്രാക്റ്റീവ്, റിപ്പൾസീവ് ആവാം. അതും കറക്റ്റ് ആണ്. ന്യൂക്ലിയർ ഫോഴ്സ് ബൈൻഡ്സ് പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ ഇൻ എ ന്യൂക്ലിയസ്. അതും കറക്റ്റ് ആണ്. ലാസ്റ്റ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഈസ് വൺ ഓഫ് ദ സ്ട്രോങ്സ്റ്റ് ഫോഴ്സ്. അല്ല, ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വീക്കസ്റ്റ് ഫോഴ്സ് ആണ് പഠിച്ചു. അപ്പൊ അതാണ് റോങ് സ്റ്റേറ്റ്മെന്റ്, ഓപ്ഷൻ ഡി. പിന്നെന്താ പറഞ്ഞാൽ ചോദിച്ചുള്ളത് വീക്കസ്റ്റ് ഫോഴ്സ് ഇൻ നേച്ചർ എന്താണ്? ഗ്രാവിറ്റേഷൻ ഫോഴ്സ്. വീണ്ടും ചോദിച്ചു ആ സെയിം ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുന്നു. 2013 വീക്കസ്റ്റ് ഫോഴ്സ് ഇൻ നേച്ചർ എന്തിനാണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അപ്പൊ നമ്മൾ എന്തൊക്കെ പോയിന്റ് ആണ് പഠിച്ചത് അത്രയും പോയിന്റ് പഠിച്ചാൽ മതി. അതിനകത്ത് 1 മാർക്ക് ഉറപ്പായിട്ട് കിട്ടും. കാരണം ഈ ചാപ്റ്ററിന് 1 മാർക്കേ ഉള്ളൂ. അപ്പൊ എത്രയേ ഉള്ളൂ? നമ്മൾ ഇതുപോലെയാണ് എല്ലാ ടോപ്പിക്കും പഠിക്കും, എല്ലാ ചാപ്റ്ററും പഠിക്കും. അതുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് പോകും. ഇത്രയും മതി നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടാൻ വേണ്ടി കേട്ടല്ലോ. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട്. വാട്സ്ആപ്പ് ഗ്രൂപ്പാണ്, ഫ്രീ റിവിഷൻ വാട്സ്ആപ്പ് ഗ്രൂപ്പാണ്. നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി, ഇംഗ്ലീഷ് ഈ 5 സബ്ജക്റ്റും ഫ്രീ ആയിട്ട് ഫുൾ ചാപ്റ്റർ എന്ത് ചെയ്യുന്നു? റിവൈസ് ചെയ്യുന്നുണ്ട്. നോട്ട്സ് എല്ലാം നമ്മൾ ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുള്ളവർ, ഇൻട്രസ്റ്റ് ആയിട്ടുള്ളവർ എന്ത് ചെയ്യുക? ആ ലിങ്ക് ഉപയോഗിച്ച് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഓക്കെ.